നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള അധ്യക്ഷൻ ഉപാധ്യക്ഷൻ തെരഞ്ഞെടുപ്പ് 26-27 തീയതികളിൽ നടക്കും. ഒന്നിലധികം സ്ഥാനാർത്ഥികൾ ഉണ്ടെങ്കിൽ വോട്ടെടുപ്പ് ഓപ്പൺ ബാലറ്റ് മുഖേനയായിരിക്കും. കാസർഗോഡ് വൻ ലഹരിവേട്ട. ബന്ദിയോട് 2 കിലോ കഞ്ചാവുമായി 64കാരൻ പിടിയിൽ. കുമ്പളയിൽ മാരക മയക്കുമരുന്നായ ഹാഷിഷ് ഓയിലുമായി 2 പേർ അറസ്റ്റിൽ. തലപ്പാടിയിൽ മയക്കുമരുന്ന് കടത്തുകയായിരുന്ന കാർ അപകടത്തിൽപ്പെട്ട് ഒരാൾക്ക് ഗുരുതര പരിക്ക്. ഒരാൾ ഓടി രക്ഷപ്പെട്ടു. ഇയാൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ചരക്ക് ലോറിയുമായി കൂട്ടിയിടിച്ചായിരുന്നു അപകടം. ഇൻഷുറൻസ് മേഖലയിലെ പുതിയ നിയമ ഭേദഗതി ബില്ലിൽ നിന്നും സർക്കാർ പിന്മാറണമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP. JCA കാഞ്ഞങ്ങാടിന്റെ 2026 വർഷത്തേക്കുള്ള പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് നടന്നു. കേരള പൊതുവിദ്യാഭ്യാസ ഹയർ സെക്കൻഡറി ഡെപ്യൂട്ടി ഡയറക്ടർ AK വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പെൻഷൻ ദിനാചരണം നടത്തി. ജില്ലാ പ്രസിഡന്റ് K ജയറാം പ്രകാശ് ഉദ്ഘാടനം നിർവഹിച്ചു. കാസർഗോഡ് തേങ്ങയെടുക്കാൻ കിണറ്റിൽ ഇറങ്ങിയ ആൾ കുടുങ്ങി. രക്ഷകരായി അഗ്നിരക്ഷാസേന. 50 അടി ആഴവും 10 അടി വെള്ളവും ഉണ്ടായിരുന്ന കിണറിൽ കുടുങ്ങിയ കോഴിക്കോട് നരിക്കുനി സ്വദേശിയും കുമ്പളിൽ താമസക്കാരനുമായ ഷബീറിനാണ് അഗ്നിരക്ഷാസേന രക്ഷകരായത്. വാർത്തകൾ വിശദമായി. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള അധ്യക്ഷൻ ഉപാധ്യക്ഷൻ തിരഞ്ഞെടുപ്പ് 26-27 തീയതികളിൽ നടക്കും. ഒന്നിലധികം സ്ഥാനാർത്ഥികൾ ഉണ്ടെങ്കിൽ വോട്ടെടുപ്പ് ഓപ്പൺ ബാലറ്റ് മുഖേനയായിരിക്കും. 2025 പൊതുതെരഞ്ഞെടുപ്പിന് ശേഷം ഡിസംബർ 21 സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള അധ്യക്ഷൻ ഉപാധ്യക്ഷൻ തെരഞ്ഞെടുപ്പ് തീയതിയും സമയവും സംബന്ധിച്ച് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവായി. മുനിസിപ്പൽ കൌൺസിലുകളിലെയും കോർപ്പറേഷനുകളിലെയും ചെയർപേഴ്സൺ, മേയർ തെരഞ്ഞെടുപ്പ് ഡിസംബർ 26 രാവിലെ 10:30, ഡെപ്യൂട്ടി ചെയർപേഴ്സൺ, ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പ് അന്നേ ദിവസം ഉച്ചയ്ക്ക് ശേഷം 2:30 നടത്തും. ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എന്നിവയിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഡിസംബർ 27 രാവിലെ 10:30, വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് അന്നേ ദിവസം ഉച്ചയ്ക്ക് ശേഷം 2:30 നടക്കും. ജില്ലാ പഞ്ചായത്ത്, കോർപ്പറേഷൻ എന്നിവയിൽ വരണാധികാരികളായി ജില്ലാ കളക്ടർമാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും അതത് സ്ഥാപനങ്ങളിലെ വരണാധികാരികൾക്കാണ് ഇതിനുള്ള ചുമതല. മുനിസിപ്പാലിറ്റികളിൽ ഇതിനായി വരണാധികാരികളെ പ്രത്യേകം ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ചേരുന്ന അംഗങ്ങളുടെ യോഗത്തിൽ വെച്ച് സ്ഥാനാർത്ഥിയെ ഒരാൾ നാമനിർദ്ദേശം ചെയ്യേണ്ടതും മറ്റൊരാൾ പിന്താങ്ങേണ്ടതുമാണ്. നാമനിർദ്ദേശം ചെയ്യപ്പെട്ടയാൾ യോഗത്തിൽ ഹാജരായിട്ടുണ്ടെങ്കിൽ സ്ഥാനാർത്ഥിയാകുന്നതിനുള്ള അയാളുടെ സമ്മതപത്രം ഹാജരാക്കണം. ഒരാൾ ഒന്നിൽ കൂടുതൽ പേരുകൾ നിർദ്ദേശിക്കാനോ ഒന്നിലധികം പേരെ പിന്താങ്ങുവാനോ പാടില്ല. സംവരണം ചെയ്തിട്ടുള്ള സ്ഥാനങ്ങളിൽ മത്സരിക്കുന്ന ഒരംഗത്തിനെ മറ്റൊരാൾ നാമനിർദ്ദേശം ചെയ്യുകയോ പിന്താങ്ങുകയോ വേണ്ട. ഒന്നിലധികം സ്ഥാനാർത്ഥികളുണ്ടെങ്കിൽ വോട്ടെടുപ്പ് ഓപ്പൺ ബാലറ്റ് മുഖേന ആയിരിക്കും. വോട്ട് രേഖപ്പെടുത്തുന്ന അംഗം ബാലറ്റ് പേപ്പറിന്റെ പിറകുവശത്ത് പേരും ഒപ്പും രേഖപ്പെടുത്തണം. ഏതെങ്കിലും സ്ഥാനത്തേക്ക് ഒരാൾ മാത്രമേ മത്സരിക്കുന്നുള്ളൂവെങ്കിൽ വോട്ടെടുപ്പ് നടത്താതെ അയാൾ തെരഞ്ഞെടുക്കപ്പെട്ടതായി പ്രഖ്യാപിക്കും. തെരഞ്ഞെടുപ്പ് യോഗത്തിന്റെ ക്വാറം ബന്ധപ്പെട്ട സ്ഥാപനത്തിലെ അംഗങ്ങളുടെ പകുതിയെങ്കിലും എണ്ണമായിരിക്കും. ക്വാറം തികയാത്ത പക്ഷം യോഗം അടുത്ത പ്രവൃത്തി ദിവസത്തേക്ക് മാറ്റും. അപ്രകാരം മാറ്റിയ ദിവസം അതേ സ്ഥലത്തും സമയത്തും കൂടുന്ന യോഗത്തിൽ ക്വാറമില്ലെങ്കിലും തെരഞ്ഞെടുപ്പ് നടത്തും. 2 സ്ഥാനാർത്ഥികൾ മാത്രമുള്ളപ്പോൾ കൂടുതൽ സാധുവായ വോട്ടുകൾ നേടിയ ആൾ തെരഞ്ഞെടുക്കപ്പെട്ടതായി പ്രഖ്യാപിക്കും. 2 പേർക്കും തുല്യ വോട്ടാണെങ്കിൽ നറുക്കെടുപ്പ് നടത്തും. നറുക്കെടുക്കുന്നയാൾ തെരഞ്ഞെടുക്കപ്പെടും. 2-ലധികം പേർ മത്സരിക്കുമ്പോൾ വോട്ടെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിക്ക് മറ്റ് എല്ലാ സ്ഥാനാർത്ഥികൾക്കും കൂടി കിട്ടിയ ആകെ സാധുവായ വോട്ടിനേക്കാൾ കൂടുതൽ ലഭിച്ചാൽ അയാൾ തെരഞ്ഞെടുക്കപ്പെടും. എന്നാൽ അപ്രകാരം ഒരു സ്ഥാനാർത്ഥിക്കും വോട്ട് ലഭിക്കാതിരുന്നാൽ ഏറ്റവും കുറച്ച് വോട്ട് ലഭിച്ച സ്ഥാനാർത്ഥിയെ ഒഴിവാക്കി വീണ്ടും വോട്ടെടുപ്പ് നടത്തും. ഒരു സ്ഥാനാർത്ഥിക്ക് മറ്റെല്ലാവർക്കും കൂടി ആകെ ലഭിക്കുന്ന വോട്ടിനേക്കാൾ അധികം ലഭിക്കുന്നത് വരെ ഈ പ്രക്രിയ തുടരും. 3 അതിലധികമോ സ്ഥാനാർത്ഥികൾ ഉണ്ടായിരിക്കുകയും അതിൽ ഏറ്റവും കുറവ് വോട്ട് 2 അതിലധികമോ പേർക്ക് തുല്യമായി ലഭിക്കുകയും ചെയ്താൽ നറുക്കെടുപ്പ് നടത്തി നറുക്കെടുക്കുന്ന ആളിനെ ഒഴിവാക്കി തെരഞ്ഞെടുപ്പ് തുടരും. അതുപോലെ 3 അതിലധികമോ സ്ഥാനാർത്ഥികൾക്ക് തുല്യ വോട്ട് ലഭിക്കുന്നുവെങ്കിൽ ഇതേ രീതിയിൽ ഒരാളെ നറുക്കെടുപ്പിലൂടെ ഒഴിവാക്കി വോട്ടെടുപ്പ് തുടരും. സത്യപ്രതിജ്ഞയോ ദൃഢപ്രതിജ്ഞയോ ചെയ്ത് സ്ഥാനം ഏറ്റെടുക്കാത്ത അംഗങ്ങൾക്ക് കൗൺസിലർമാർക്ക് യോഗ നടപടികളിൽ പങ്കെടുക്കുവാനോ വോട്ട് ചെയ്യുവാനോ അവകാശമില്ല.
വോട്ടെടുപ്പ് പൂർത്തിയായതിനു ശേഷം വരണാധികാരി അംഗങ്ങളുടെ കൌൺസിലർമാരുടെ സാന്നിധ്യത്തിൽ വോട്ടുകൾ എണ്ണി ഫലപ്രഖ്യാപനം നടത്തും. തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ മേയർ, ചെയർപേഴ്സൺ, പ്രസിഡന്റ് എന്നിവർ വരണാധികാരി മുൻപാകെ സത്യപ്രതിജ്ഞ ചെയ്യും. ന്യൂസ് ഡെസ്ക് സിറ്റി. കാസർഗോഡ് വൻ ലഹരിവേട്ട. ബന്ദിയോട് 2 കിലോ കഞ്ചാവുമായി 64കാരൻ പിടിയിൽ. കുമ്പളയിൽ മാരക മയക്കുമരുന്നായ ഹാഷിഷ് ഓയിലുമായി 2 പേർ അറസ്റ്റിൽ. വിൽപ്പനയ്ക്കായി എത്തിച്ച 2 കിലോ കഞ്ചാവുമായി 64കാരൻ ബന്ദിയോട്ട് പിടിയിൽ. അടുക്ക സ്വദേശി അബ്ദുള്ള എന്ന ഫ്രൂട്ട് അബ്ദുള്ളയാണ് എക്സൈസിന്റെ പിടിയിലായത്. കുമ്പള റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ KV ശ്രാവണിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇയാൾ കുടുങ്ങിയത്. ബൈക്കിൽ കഞ്ചാവ് കടത്തുകയായിരുന്നുവെന്ന രഹസ്യ വിവരത്തെ തുടർന്നാണ് എക്സൈസ് സ്ഥലത്തെത്തിയത്. ബൈക്കും കസ്റ്റഡിയിലെടുത്തു. 50ഓളം മയക്കുമരുന്നു കേസുകളിൽ പ്രതിയാണ് പിടിയിലായ അബ്ദുള്ള. കാലങ്ങളായി ഉപ്പള, മഞ്ചേശ്വരം, ബന്ദിയോട് ഭാഗങ്ങളിൽ കഞ്ചാവ് വിൽപ്പന നടത്തുന്ന സംഘത്തിലെ പ്രധാനിയാണ് അബ്ദുള്ളയെന്ന് എക്സൈസ് പറഞ്ഞു. ഒരിടവേളയ്ക്ക് ശേഷം ജില്ലയിൽ കഞ്ചാവ് കടത്ത് വ്യാപകമായിരിക്കുകയാണ്. ക്രിസ്മസ് സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായുള്ള പരിശോധനയ്ക്കിടെയാണ് കഞ്ചാവ് പിടികൂടിയത്. എക്സൈസ് ഇൻസ്പെക്ടർ ശ്രാവൺ KV, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് പീതാംബരൻ K, പ്രിവന്റീവ് ഓഫീസർമാരായ ജിജിൻ MV, മനാസ് KV, സിവിൽ എക്സൈസ് ഓഫീസർ കണ്ണൻ കുഞ്ഞി, അഖിലേഷ്, ഡ്രൈവർ പ്രവീൺ കുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ പിടികൂടിയത്. കുമ്പളയിൽ മാരക മയക്കുമരുന്നായ 7.4 ഗ്രാം ഹാഷിഷ് ഓയിലുമായി 2 പേർ അറസ്റ്റിൽ. കുമ്പള ആരിക്കാടി ലക്ഷം വീട് കോളനിയിലെ മുഹമ്മദ് ഫസൽ എന്ന ഫാഗു എന്ന കള്ളൻ ഫസലു, ഇയാളുടെ അടുത്ത ബന്ധുവായ അബ്ദുൾ നിസാർ എന്ന ഇച്ചാദ് എന്നിവരെയാണ് കുമ്പള പോലീസ് പിടികൂടിയത്. ഇൻസ്പെക്ടർ TK മുകുന്ദനും SI അനന്തകൃഷ്ണനും സംഘവുമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. പുത്തിയെ മുകുവിൽ വെച്ചാണ് ഇവർ അറസ്റ്റിലായത്. രാത്രികാല പട്രോളിംഗ് നടത്തുന്നതിനിടയിലാണ് SIയും സിവിൽ പോലീസ് ഓഫീസർ ഹരിപ്രസാദ്, ഡ്രൈവർ ജാബിർ എന്നിവരും മുകുവിൽ എത്തിയത്. പോലീസ് വാഹനം കണ്ടതോടെ റോഡരികിൽ നിൽക്കുകയായിരുന്ന മുഹമ്മദ് ഫസലും ബന്ധുവായ അബ്ദുൾ നിസാറും ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചതായി പോലീസ് പറഞ്ഞു. സംശയം തോന്നി തടഞ്ഞു നിർത്തി പരിശോധിച്ചപ്പോഴാണ് ഹാഷിഷ് ഓയിൽ കണ്ടെത്തിയതെന്ന് പോലീസ് വ്യക്തമാക്കി. പിടിയിലായ മുഹമ്മദ് ഫസലു കാസർഗോഡ്, കുമ്പള ഉൾപ്പെടെ വിവിധ സ്റ്റേഷനുകളിലായി നിരവധി കവർച്ചാ കേസുകളിൽ പ്രതിയാണ്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, കുമ്പള. തലപ്പാടിയിൽ മയക്കുമരുന്ന് കടത്തുകയായിരുന്ന കാർ അപകടത്തിൽപ്പെട്ട് ഒരാൾക്ക് ഗുരുതര പരിക്ക്. ഒരാൾ ഓടി രക്ഷപ്പെട്ടു. ഇയാൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ചരക്ക് ലോറിയുമായി കൂട്ടിയിടിച്ചായിരുന്നു അപകടം. കർണാടകയിൽ നിന്നും കേരളത്തിലേക്ക് MDMA കടത്തുകയായിരുന്ന കാർ അപകടത്തിൽപ്പെട്ട് ഒരാൾ ഗുരുതരാവസ്ഥയിൽ. ചരക്ക് ലോറിയുമായി കൂട്ടിയിടിച്ചായിരുന്നു അപകടം. ഇയാൾ മംഗളൂരുവിലെ ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. കാറിൽ 2 പേരാണ് ഉണ്ടായിരുന്നത്. ഒരാൾ ഓടി രക്ഷപ്പെട്ടു. ഉപ്പള നയ ബസാറിൽ വാടക വീട്ടിൽ താമസിക്കുന്ന ആദമിനെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തലപ്പാടിക്ക് സമീപം കർണാടക KC റോഡിലാണ് സംഭവം. അപകടത്തിൽ കാർ പൂർണ്ണമായും തകർന്നു. സംഭവത്തിൽ ഓടി രക്ഷപ്പെട്ട പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കി. ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ഇൻഷുറൻസ് മേഖലയിലെ പുതിയ നിയമ ഭേദഗതി ബില്ലിൽ നിന്നും സർക്കാർ പിന്മാറണമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP. സബ്കി ബീമ സബ്കി രക്ഷ 2025 കേന്ദ്ര സർക്കാരിന്റെ ഇൻഷുറൻസ് നിയമ ഭേദഗതി ബില്ലിനെ എതിർത്തുകൊണ്ട് ലോക്സഭയിൽ സംസാരിക്കുകയായിരുന്നു രാജ്മോഹൻ ഉണ്ണിത്താൻ MP. Thank you very much, Speaker sir. The name of this bill promises protection for all, but in reality it is a blueprint for surrendering India's insurance sector to foreign corporate interests. The bill exposes deep hypocrisy of the government's Atmanirbhar Bharat slogan. On the other hand, the government lectures the nation on self-reliance, and it allows 100% foreign ownership in a sector that safeguards the life savings of crores of Indians.
If this is Atma Nirbhar Bharat, why does the government believe a foreign capital must fully own and control Indian insurance companies? Why is Indian capital suddenly inadequate? Why is Indian management not trusted to protect Indian policy holders? Insurance is not a mobile phone or a luxury product. It is a pillar of economic sovereignty. Yet this government is saying take 100% of Indian savings abroad. We have no objection, sir. This is not self-reliance. This is self-surrender, sir. Let us consider LIC's unmatched contribution. For 68 years, LIC's tied agency model has demonstrated unparalleled effectiveness and reliable unemployment generation. LIC recruits nearly 50% of insurance agents. Opening agents to multiple insurers will discourage companies from investing in recruitment and training, reducing employment opportunities and risking degrowth in the agent workforce. Unethical practices. Companies may complete by offering higher innovatives, eroding agent loyalty and shifting focus from policy holder welfare to self-interest. Diminished expertise. LIC agents currently manage 25 plus products. Open architecture will require knowledge of hundreds of products, resulting the superficial advice and suboptimal customer service. Weaken competition. Exclusively fosters healthy competition, allowing agents to move freely across companies will dilute innovation and lead to stagnation in the sector. So, compromise for post-sale service. Insurance is not just a selling policies. It is about to continuous support. Agents shifting between companies cannot provide consistent after-sales service, harming policyholders. Development officers are the backbone of LIC. They recruit, train, and mentor agents. Their performance is tied to the business generated by their agents with accountability, including plausible termination in case of significant decline in business. Allowing agents to work for competent insurers will jeopardize their livelihood. Just one second. Sir, honorable members, the bill threatens the livelihood of agents and development officers. LIC's legacy and operational model, ethical standards in insurance and financial stability and inclusion of millions of policy holders. Insurance should protect citizens and strengthen national resilience. And this bill does the opposite. Therefore, I categorically reject the bill and demand that it be withdrawn or referred to a standing committee for thorough scrutiny. For this reason, I strongly and unequivocally oppose the Sabka Bima, Sabki Raksha Amendment Insurance Bill. Thank you very much, sir. Thank you. മംഗൽപാടി പഞ്ചായത്തിൽ മുസ്ലിം ലീഗ് നേതാവ് ഗോൾഡൻ റഹ്മാനെതിരെ കള്ളവോട്ട് ആരോപണം ഉന്നയിച്ച് എതിർ സ്ഥാനാർത്ഥി അഷ്റഫ് പച്ചിലമ്പാറ. 93 വോട്ടിന്റെ വ്യത്യാസത്തിലാണ് ഗോൾഡൻ റഹ്മാൻ വിജയിച്ചത്. സംഭവത്തിൽ പാർട്ടിയുമായി ആലോചിച്ച് കോടതിയെ സമീപിക്കാനാണ് അഷ്റഫിന്റെ തീരുമാനം. NCP പ്രവർത്തകനായ അഷ്റഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാണ് ഇത്തവണ മത്സരിച്ചത്. മുൻകാലങ്ങളിൽ മുസ്ലിം ലീഗ് മൃഗീയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചിരുന്ന മംഗൽപാടി പഞ്ചായത്ത് 2ാം വാർഡിൽ ഇത്തവണ വെറും 93 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച ഗോൾഡൻ റഹ്മാനെതിരെ കള്ളവോട്ട് ആരോപണവുമായി എതിർ സ്ഥാനാർത്ഥിയായ LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി അഷ്റഫ് പച്ചിലമ്പാറ രംഗത്ത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇവിടെ നിന്നുള്ള മുസ്ലിം ലീഗ് പ്രതിനിധി 672 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചിരുന്നത്. എന്നാൽ ഇത്തവണ 2 ബൂത്തുകളിലായി 1364 വോട്ടുകളാണ് പോൾ ചെയ്തത്. ഇതിൽ അഷ്റഫ് 606 വോട്ട് നേടിയപ്പോൾ 93 വോട്ടിന്റെ വ്യത്യാസത്തിലാണ് ഗോൾഡൻ റഹ്മാൻ വിജയിച്ചത്. ഈ സാഹചര്യത്തിൽ വ്യാപകമായി കള്ളവോട്ട് നടത്തുന്നുവെന്നാണ് അഷ്റഫിന്റെ ആരോപണം. NCP പ്രവർത്തകനായ അഷ്റഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാണ് മത്സരിച്ചത്. പാർട്ടിയുമായി ആലോചിച്ച ശേഷം കോടതിയെ സമീപിക്കാനാണ് അഷ്റഫിന്റെ തീരുമാനം. അതിനിടെ കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗ്
സ്ഥാനാർത്ഥിയുടെ വിജയാഹ്ലാദ പ്രകടനത്തിനിടെ അഷ്റഫിന്റെ വീടിന് നേരെ വ്യാപകമായ അക്രമം അഴിച്ചുവിട്ടതായും കല്ലേറിൽ അഷ്റഫിനും ഭാര്യയ്ക്കും പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഈ സംഭവങ്ങളാണ് കോടതിയെ സമീപിക്കാൻ തന്നെ പ്രേരിപ്പിച്ചതെന്ന് അഷ്റഫ് പറഞ്ഞു. അക്രമത്തിൽ അഷ്റഫിന്റെ ഭാര്യ ഹവാബിയുടെ കാലിന് പരിക്കേറ്റു. കൂടാതെ ഗർഭിണിയായ മകൾ അമീറയെ അക്രമികൾ വയറ്റിൽ ചവിട്ടിയതായും പരാതിയുണ്ട്. പരിക്കേറ്റവരെ കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. കള്ളവോട്ട് സാധ്യത മുന്നിൽ കണ്ട് അഷ്റഫ് 2 ബൂത്തുകളിലായി 14,720 രൂപ കെട്ടിവെച്ച് വീഡിയോ ക്യാമറ സ്ഥാപിച്ചിരുന്നു. ഇതിലെ ദൃശ്യങ്ങൾ അപേക്ഷ നൽകി ശേഖരിച്ച ശേഷം തെളിവുകൾ സഹിതം കോടതിയെ സമീപിക്കുമെന്ന് അഷ്റഫ് വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കാസർഗോഡ് പ്രായപൂർത്തിയാകാത്ത സഹോദരൻ സ്കൂട്ടർ ഓടിച്ചെന്ന പേരിൽ യുവതിക്കെതിരെ അന്യായമായി കേസെടുത്ത സംഭവത്തിൽ വിദ്യാനഗർ SI അനൂപിനെതിരെ നടപടി. ഇയാളെ സൈബർ പോലീസ് സ്റ്റേഷനിലേക്ക് സ്ഥലം മാറ്റി ഉത്തരവായി. സ്പെഷ്യൽ ബ്രാഞ്ച് DYSP നൽകിയ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. മേനക്കോട് സ്വദേശിനിയായ മാജിദിനെതിരെയാണ് പോലീസ് കേസ് എടുത്തിരുന്നത്. പ്രായപൂർത്തിയാകാത്ത സഹോദരൻ സ്കൂട്ടർ ഓടിച്ചെന്ന് ആരോപിച്ചായിരുന്നു കേസ്. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ സഹോദരൻ സ്കൂട്ടർ ഓടിച്ചിട്ടില്ലെന്നും മാജിദയാണ് വാഹനം ഓടിച്ചതെന്നും വ്യക്തമായിരുന്നു. കരിന്തളം EMRSന്റെ നാടകം കരിന്തണ്ടൻ NCERTയുടെ രാജ്യാന്തര ഫെസ്റ്റിലേക്ക്. 2025 ഡിസംബർ മാസം 20 മുതൽ പൂനെയിൽ വെച്ച് നടക്കുന്ന രാജ്യാന്തര കലാ ഉത്സവത്തിലേക്കാണ് നാടകം തിരഞ്ഞെടുക്കപ്പെട്ടത്. NCERTയുടെ നേതൃത്വത്തിൽ 2025 ഡിസംബർ മാസം 20 മുതൽ പൂനെയിൽ വെച്ച് നടക്കുന്ന രാജ്യാന്തര കലാ ഉത്സവത്തിലേക്ക് കരിന്തളം ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിന്റെ ഉദയൻ കുണ്ടംകുഴി സംവിധാനം ചെയ്ത നാടകം കരിന്തണ്ടൻ തെരഞ്ഞെടുക്കപ്പെട്ടു. കേന്ദ്ര ട്രൈബൽ മന്ത്രാലയം വിജയവാഡ KL യൂണിവേഴ്സിറ്റിയിൽ സംഘടിപ്പിച്ച നാഷണൽ ട്രൈബൽ കൾച്ചറൽ ഫെസ്റ്റിൽ ഇംഗ്ലീഷ് നാടക മത്സരത്തിലാണ് സീനിയർ വിഭാഗത്തിൽ കേരളത്തിന് അഭിമാനകരമായ നേട്ടം കരിന്തളം ട്രൈബൽ സ്കൂളിലെ കുട്ടികൾ സ്വന്തമാക്കിയത്. 28 സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന നാടകങ്ങളോട് മത്സരിച്ച് തുടർച്ചയായ 4ാം വർഷവും 1ാം സ്ഥാനം നിലനിർത്താൻ കരിന്തളം ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് സാധിച്ചു. ഈ വർഷം മുതൽ ആരംഭിച്ച ജൂനിയർ ഇംഗ്ലീഷ് നാടക മത്സരത്തിലും കരിന്തളത്തിന്റെ കുട്ടികൾക്ക് തന്നെയാണ് 1ാം സ്ഥാനം. ഏറെ അഭിമാനകരമായ നിമിഷത്തിലാണ് EMRS കരിന്തളം സ്കൂളിലെ കുട്ടികളും രക്ഷിതാക്കളും അതുപോലെ അവിടുത്തെ അധ്യാപകരും ഇക്കഴിഞ്ഞ നാഷണൽ ഫെസ്റ്റിൽ ജൂനിയർ സീനിയർ വിഭാഗ നാടക മത്സരത്തിൽ കേരളത്തിന് ഏറ്റവും അഭിമാനകരമായ നേട്ടം കൈവരിച്ച സ്കൂളാണ് ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ കരിന്തളം. കഴിഞ്ഞ 4 വർഷമായി നാടകത്തിൽ 1ാം സമ്മാനം കിട്ടുന്നു എങ്കിലും ഇപ്രാവശ്യത്തെ വിജയത്തിന് മാധുര്യം കൂടും. കാരണം ഇപ്രാവശ്യമാണ് ഇവർ സീനിയർ വിഭാഗത്തിലേക്ക് എത്തുന്നത്. കഴിഞ്ഞ വർഷം വരെ 8ാം ക്ലാസ് ആയതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര മേളയിൽ പങ്കെടുക്കാൻ ഇവർക്ക് അവസരം കിട്ടിയിരുന്നില്ല. ഇപ്പോൾ 9ാം ക്ലാസ്സിലെത്തുമ്പോൾ സീനിയർ വിഭാഗത്തിലെത്തുകയും അന്താരാഷ്ട്ര നാടക മത്സരത്തിലേക്ക് ക്ഷണം കിട്ടിയിരിക്കുകയുമാണ്. പൂനെയിൽ വെച്ച് ഈ മാസം നടക്കുന്ന ഫെസ്റ്റിൽ കേരളത്തിൻ്റെ കരിന്തണ്ടൻ്റെ കഥ പറഞ്ഞുകൊണ്ടാണ് നാടകം അവതരിപ്പിക്കുന്നത്. ഇന്ന് നാം കാണുന്ന കോഴിക്കോട് നിന്നും വയനാട്ടിലേക്കുള്ള ചുരം കയറിയുള്ള വഴി കാട്ടിക്കൊടുത്ത ഏറ്റവും കേരളത്തിൻ്റെ അഭിമാനം എന്ന് പറയുന്ന ആദിവാസി വിഭാഗത്തിലെ പണിയ വിഭാഗത്തിലെ ആളാണ് കരിന്തണ്ടൻ. പിറന്ന മണ്ണിന്റെ മാനം കാക്കാൻ ജീവൻ ബലിയർപ്പിച്ച ധീരദേശാഭിമാനിയായ തലയ്ക്കൽ ചന്തുവിന്റെ കഥ പറഞ്ഞ ചന്തുവും വയനാട്ടിലേക്കുള്ള ചുരം നിർമ്മിക്കാൻ ബ്രിട്ടീഷുകാർക്ക് വഴികാട്ടിക്കൊടുത്ത കരിന്തണ്ടന്റെ ദുരന്ത കഥ പറയുന്ന കരിന്തണ്ടനുമാണ് സമ്മാനിതമായ നാടകങ്ങൾ. ആകാംക്ഷ, നീരജ്, സങ്കീർത്തന, അനശ്വര എന്നിവർ സീനിയർ വിഭാഗത്തിലും സൂരജ്, ഹർഷൻ, പ്രജിത്ത്, മൗനിക, അവനിക, സാങ്ക്യ, സിദ്ധാർത്ഥ് എന്നിവർ ജൂനിയർ വിഭാഗത്തിലും അഭിനേതാക്കളായി. ഉദയൻ കുണ്ടംകുഴിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 4 വർഷമായി സ്കൂളിൽ പ്രവർത്തിക്കുന്ന തിയേറ്റർ പ്രവർത്തനങ്ങളിലൂടെയാണ് നാടകങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്നത്. നാടകത്തിലൂടെ വ്യക്തിത്വ വികസനം എന്ന ലക്ഷ്യമൂന്നിക്കൊണ്ടാണ് സ്കൂളിലെ തിയേറ്റർ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. നാടകങ്ങളുടെ രചന നടത്തിയിരിക്കുന്നത് പത്മനാഭൻ ബ്ലാത്തൂരാണ്. ബാലകൃഷ്ണൻ ചെർക്കളയാണ് ഇംഗ്ലീഷ് മൊഴിമാറ്റം നിർവഹിച്ചത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.
KSTU ഉപജില്ലാ സമ്മേളനം കാസർഗോഡ് പുലിക്കുന്ന് ലൈബ്രറി ഹാളിൽ നടന്നു. സംസ്ഥാന സെക്രട്ടറി ഗഫൂർ ദേളി ഉദ്ഘാടനം ചെയ്തു. അതിരില്ല നീതി നിഷേധം പതിരാകും പരിഷ്കാരങ്ങൾ എന്ന പ്രമേയത്തിലാണ് KSTU ഉപജില്ലാ സമ്മേളനം നടന്നത്. കാസർഗോഡ് പുലിക്കുന്ന് ലൈബ്രറി ഹാളിൽ നടന്ന സമ്മേളനം സംസ്ഥാന സെക്രട്ടറി ഗഫൂർ ദേളി ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് നാസിം അധ്യക്ഷത വഹിച്ചു. റംഷാദ് സ്വാഗതം പറഞ്ഞു. ജില്ലാ സെക്രട്ടറി യാസർ അറഫാത്ത് മുഖ്യ പ്രഭാഷണം നടത്തി. സമീർ തെക്കിൽ, ഷാഹിന ടീച്ചർ, മുഹമ്മദ് അലി മാസ്റ്റർ, കമാൽ മാസ്റ്റർ, ഷഹാന, മുർഷിദ നെല്ലിക്കുന്ന്, റൈഹാനത്ത് ടീച്ചർ, റസ്ലി ടീച്ചർ, ജാഫർ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. ജനങ്ങളെ ഭരിച്ചു മുടിക്കുന്ന രാജവാഴ്ച എന്ന് തന്നെ നമുക്ക് പിണറായി വിജയനെ കുറിച്ച് പറയാം. കേരളത്തിൽ 2 രാജാക്കന്മാരാണുള്ളത്. ഒന്ന് തൃശ്ശൂർ രാജാവും ഒന്ന് കേരള മുഖ്യനും. പ്രജകൾ ആണ്, അതായത് വോട്ട് കൊടുക്കാൻ അവകാശമുള്ള നമ്മുടെ രാജ്യത്തെ പൗരന്മാരെ പ്രജകളെന്ന് വിളിക്കുന്ന ആദ്യമായിട്ടാണ് ശരിക്കും ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ നമ്മൾ തൃശ്ശൂരിൽ കേൾക്കുന്നത്. പ്രജകൾ, അതുപോലെ തന്നെ ധാർഷ്ട്യവും അഹങ്കാരവുമുള്ള ഒരു മുഖ്യമന്ത്രി. നിങ്ങൾ ചിന്തിക്കും ടീച്ചർ തന്നെ ഇങ്ങനെയൊക്കെ നീട്ടി പറയുന്നു. സന്തോഷം എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞു തീർക്കട്ടെ, അതിനു വേണ്ടിയിട്ട് മാത്രമാണ്. എങ്ങനെയെങ്കിലും ഒന്ന് എല്ലാവരും ഒന്നുകൂടി അത് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കോട്ടച്ചേരി കുന്നുമ്മൽ ധർമ്മശാസ്ത്ര ക്ഷേത്ര മഹോത്സവം ഡിസംബർ 19-20 തീയതികളിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. കോട്ടച്ചേരി കുന്നുമ്മൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്ര മഹോത്സവം ഡിസംബർ 19-20 തീയതികളിലായാണ് നടക്കുന്നത്. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി 19 രാവിലെ 8:30 മുതൽ വൈകുന്നേരം 5:30 വരെ വിവിധ ഭജന സമിതികളുടെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിൽ ഭജന നടക്കും. വൈകിട്ട് 6:30 മടിക്കൈ നാദക്കോട്ട് കഴകം വനിതാ പുരക്കളി സംഘം വനിതാ പുരക്കളി അവതരിപ്പിക്കും. തുടർന്ന് വിവിധ സംഘങ്ങളുടെ തിരുവാതിരയും കൈകൊട്ടിക്കളിയും അരങ്ങേറും. 20 രാവിലെ ബ്രഹ്മശ്രീ KU പത്മനാഭ തന്ത്രി അരവത്തിന്റെ കാർമ്മികത്വത്തിൽ 108 തേങ്ങകൾ കൊണ്ടുള്ള മഹാഗണപതി ഹോമം നടക്കും. തുടർന്ന് അഭിഷേകം, ഉഷപൂജ, ഉച്ചപൂജ, ഭജന എന്നിവ നടക്കും. ഉച്ചയ്ക്ക് 12:30 മുതൽ 2:30 വരെ അന്നപ്രസാദം. തുടർന്ന് വിവിധ സംഘങ്ങളുടെ ഭജന തുടരും. വൈകുന്നേരം 7 മണിക്ക് പേട്ടത്തുള്ളൽ, പഞ്ചവാദ്യം, താലപ്പൊലിയേന്തിയ ബാലികമാർ, പുലിക്കളി, വിളക്ക് നൃത്തം, ദേവനൃത്തം, പുരാണ നിശ്ചല ദൃശ്യങ്ങൾ തുടങ്ങിയവയോടുകൂടി പുതിയകോട്ട പൂങ്കാവനം ശിവക്ഷേത്രത്തിൽ നിന്ന് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് അയ്യപ്പ വിഗ്രഹ എഴുന്നള്ളത്ത് ഘോഷയാത്ര നടക്കും. രാവിലത്തെ പൂജ കർമ്മങ്ങൾക്ക് ശേഷം 10:30 മുതൽ 12 മണി വരെ വിവിധ സമിതികളുടെ സംഗീതാർച്ചന ആണ് 20 തീയതിയുടെ പ്രത്യേകത. 12 മുതൽ 2:30 വരെ ഭക്തജനങ്ങൾക്ക് അന്നപ്രസാദം ഉണ്ടായിരിക്കുന്നതാണ്. തുടർന്ന് 2:30 കാശിനാഥ മേൽസംഘത്തിന്റെ ഭജന 4 മണി വരെ, 2:30 4 മണി വരെയാണ് കാശിനാഥ മേൽസംഘത്തിൽ. വൈകുന്നേരം 4 മണി മുതൽ 6 മണി വരെ നാമസങ്കീർത്തനം വളവൻ ശ്രീ ദുർഗാബേന്ദ്രയുടെ ആണ് നടത്തുന്നത്. വൈകുന്നേരം 6-7 മണി മുതൽ ഓത്തൂർ പൂങ്കാവനം ശിവക്ഷേത്രത്തിൽ നിന്ന് അയ്യപ്പ വിഗ്രഹ എഴുന്നള്ളത്ത് വയനാട് കുറുമൽ അമ്പലത്തിലേക്ക് ഘോഷയാത്ര ഉണ്ടാവുന്നതാണ്. ആഘോഷ പരിപാടികളുടെ ഭാഗമായി രാത്രി 7 മണിക്ക് ജനനി കാഞ്ഞങ്ങാട് അവതരിപ്പിക്കുന്ന ചൂട്ട് എന്ന നാടകം അരങ്ങേറും. രാത്രി 10:30 ശ്രീഭൂതബലി, അത്താഴപൂജ, മഹാപൂജ, തിടമ്പ് നൃത്തം എന്നിവയും നടക്കും. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ ആഘോഷ കമ്മിറ്റി ചെയർമാൻ അശോകൻ കാഞ്ഞങ്ങാട്, ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ P. രാധാകൃഷ്ണൻ, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ K. ശരത് കുമാർ, ക്ഷേത്രം ജനറൽ സെക്രട്ടറി P. K. ദാമോദരൻ, ട്രഷറർ രാമകൃഷ്ണൻ, P. രമേശൻ, P. V. സുനിൽകുമാർ, ചന്ദ്രൻ കാരളി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ 1985-90 കാലത്ത് പഠിച്ചവരുടെ ആഭിമുഖ്യത്തിൽ പൂർവ്വ വിദ്യാർത്ഥി കുടുംബ സംഗമം നടന്നു. 2ാം ഊഴം ശനിയാഴ്ച കോളേജ് അങ്കണത്തിൽ നടക്കും. രാവിലെ 9 മണിക്ക് തുടങ്ങുന്ന പരിപാടികൾ രാത്രി 9 മണി വരെ നീണ്ടു നിൽക്കും. പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിനായി വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തിയിരിക്കുന്നതെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു.
രാവിലെ ശിങ്കാരി മേളത്തോടെ ആരംഭിക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ എന്നെ നെല്ലിക്കുന്ന് MLA, CH കുഞ്ഞമ്പു MLA, കാസർഗോഡ് ജില്ലാ കളക്ടർ K ഇമ്പശേഖർ, പ്രശസ്ത കവി മുരുകൻ കാട്ടാക്കട, ഡോക്ടർ ഖാദർ മാങ്ങാട്, ഡോക്ടർ പ്രസാദ്, സിനിമാ താരം പാർവതി, പ്രശസ്ത മാധ്യമപ്രവർത്തകൻ പ്രമോദ് രാമൻ തുടങ്ങി സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ സംബന്ധിക്കും. ഇവന്റ് ചെയർമാൻ അബ്ദുൽ നാസർ TK ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. വേദിയിൽ ആ കാലത്തെ അധ്യാപകരെ ആദരിക്കും. പ്രശസ്തരായ പൂർവ്വ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ അനുമോദിക്കും. തുടർന്ന് ലഹരിക്കെതിരെ കുട്ടികളുടെ നാടകം, പൂർവ്വ വിദ്യാർത്ഥികളുടെ ഗാനാലാപനം, ഭരതനാട്യം, സംഘനൃത്തം, തിരുവാതിര, ഒപ്പന തുടങ്ങി വിവിധ കലാപരിപാടികൾ അരങ്ങേറും. ഇതോടൊപ്പം 16 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് 2 വിഭാഗങ്ങളിലായി ചിത്രരചന, കളറിംഗ് മത്സരം നടക്കും. വൈകുന്നേരം പ്രമുഖ സിനിമ TV താരങ്ങളായ നസീർ സംക്രാന്തി, പോൾസൺ, ബാസി തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ലക്കി സ്റ്റാർ സൂപ്പർ കോമഡി ഷോ അരങ്ങേറും. പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന് മുന്നോടിയായി വ്യാഴാഴ്ച 4 മണിക്ക് കാസർഗോഡ് നഗരത്തിൽ വിളംബര ജാഥ നടത്തും. കോളേജ് ആദ്യം പ്രവർത്തനം ആരംഭിച്ച ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്ത് നിന്നും ആരംഭിച്ച് നഗരം ചുറ്റി അവിടെ തന്നെ സമാപിക്കും. പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന് വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തിയിരിക്കുന്നതെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു വിഷയം കുട്ടികളിൽ ലഹരിക്കെതിരെ പോരാടുക എന്നുള്ളതിനെ ആസ്പദമാക്കിയാണ് ഞങ്ങൾ ഈ മഹാമേള സംഘടിപ്പിക്കാൻ ഒരുങ്ങിയത്. അതിൻ്റെ ഒരു നാടകം ഞങ്ങൾ ഈ വേദിയിലുണ്ടായിരിക്കും. തുടർന്ന് 16 വയസ്സ് മുതൽ 16 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ചിത്രരചന, കളറിംഗ് മത്സരങ്ങൾ നടക്കുന്നുണ്ട്. അതും രജിസ്റ്റർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. കൂടാതെ വൈകുന്നേരം പ്രമുഖ TV താരങ്ങളായ നസീർ, സംക്രാന്തി, പോൾസൺ, ബാസി തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ലക്കി സ്റ്റാർ സൂപ്പർ കോമഡി ഷോ ഉണ്ടാവും. വ്യാഴാഴ്ച 4 മണിക്ക് കാസർഗോഡ് GHS സ്കൂളിൽ വെച്ചിട്ട് വിളംബര ജാഥ നടത്താനുള്ള തീരുമാനിച്ചിട്ടുണ്ട്. കോളേജിൽ ആദ്യം പ്രവർത്തനം ആരംഭിച്ച കാസർഗോഡ് ഗവൺമെൻറ് സെക്കൻഡറി സ്കൂൾ GHS എന്നറിയപ്പെടുന്ന സ്കൂളിൻ്റെ പരിസരത്ത് നിന്ന് വൈകുന്നേരം 4 മണിക്ക് തുടങ്ങുന്ന ഈ ജാഥ തിരിച്ച് എയർലൈൻസ് വഴി കാസർഗോഡ് GHSൽ അവസാനിക്കും. ഈവന്റ് ചെയർമാൻ അബ്ദുൽ നാസർ TK, ജനറൽ കൺവീനർ KT രവികുമാർ, ജയചന്ദ്രൻ K, അഷ്റഫ് കൈന്താർ, അബ്ദുൽ ഖാദർ തെക്കിൽ, PM മുഹമ്മദ് അൻവർ, സലാം കളനാട് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പ്രസ് ക്ലബ്ബിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന്റെ സ്വാഗത ഗാനത്തിന്റെ പ്രകാശനം നടന്നു. ചെമ്നാട് എന്ന പ്രസിദ്ധനായ അവരാണ് ഇത് ഉണ്ടാക്കിയത്. അത് ഞാൻ ഇന്ന് നമ്മുടെ ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ റിലീസ് ചെയ്യുന്നു. നമ്മുടെ സംഘാടക സമിതിക്ക് വേണ്ടി റിലീസ് ചെയ്യുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഏതർ ഇലക്ട്രിക്കൽ സ്കൂട്ടർ നവീകരിച്ച ഷോറൂം കാഞ്ഞങ്ങാട് സൗത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത ഉദ്ഘാടനം നിർവഹിച്ചു. ഏതർ ഇലക്ട്രിക് സ്കൂട്ടറിന്റെ കാഞ്ഞങ്ങാട് ഷോറൂം കാഞ്ഞങ്ങാട് സൗത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. ബ്രിഡ്ജ് വേ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ അജ്മൽ അബ്ദുൽ വഹാബ്, കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. CEO ഗിരീഷ് നീലമന, അക്കൗണ്ട്സ് VP സുനൂപ്, HR VP ഫിറോസ്, ജനറൽ മാനേജർ നിരൂപ്, സെയിൽസ് മാനേജർ മാർട്ടിൻ, സർവീസ് മാനേജർ ഗണേഷ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള അധ്യക്ഷൻ ഉപാധ്യക്ഷൻ തെരഞ്ഞെടുപ്പ് 26-27 തീയതികളിൽ നടക്കും. ഒന്നിലധികം സ്ഥാനാർത്ഥികൾ ഉണ്ടെങ്കിൽ വോട്ടെടുപ്പ് ഓപ്പൺ ബാലറ്റ് മുഖേനയായിരിക്കും. കാസർഗോഡ് വൻ ലഹരിവേട്ട. ബന്ദിയോട് 2 കിലോ കഞ്ചാവുമായി 64കാരൻ പിടിയിൽ. കുമ്പളയിൽ മാരക മയക്കുമരുന്നായ ഹാഷിഷ് ഓയിലുമായി 2 പേർ അറസ്റ്റിൽ. തലപ്പാടിയിൽ മയക്കുമരുന്ന് കടത്തുകയായിരുന്ന കാർ അപകടത്തിൽപ്പെട്ട് ഒരാൾക്ക് ഗുരുതര പരിക്ക്. ഒരാൾ ഓടി രക്ഷപ്പെട്ടു. ഇയാൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ചരക്ക് ലോറിയുമായി കൂട്ടിയിടിച്ചായിരുന്നു അപകടം.
ഇൻഷുറൻസ് മേഖലയിലെ പുതിയ നിയമ ഭേദഗതി ബില്ലിൽ നിന്നും സർക്കാർ പിന്മാറണമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP. JCA കാഞ്ഞങ്ങാടിന്റെ 2026 വർഷത്തേക്കുള്ള പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് നടന്നു. കേരള പൊതുവിദ്യാഭ്യാസ ഹയർ സെക്കൻഡറി ഡെപ്യൂട്ടി ഡയറക്ടർ AK വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പെൻഷൻ ദിനാചരണം നടത്തി. ജില്ലാ പ്രസിഡന്റ് K ജയറാം പ്രകാശ് ഉദ്ഘാടനം നിർവഹിച്ചു. കാസർഗോഡ് തേങ്ങയെടുക്കാൻ കിണറ്റിൽ ഇറങ്ങിയ ആൾ കുടുങ്ങി. രക്ഷകരായി അഗ്നിരക്ഷാസേന. 50 അടി ആഴവും 10 അടി വെള്ളവും ഉണ്ടായിരുന്ന കിണറിൽ കുടുങ്ങിയ കോഴിക്കോട് നരിക്കുനി സ്വദേശിയും കുമ്പളിൽ താമസക്കാരനുമായ ഷബീറിനാണ് അഗ്നിരക്ഷാസേന രക്ഷകരായത്. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.